ഓ ഉള്ളെടുത്തിരിക്കേ പണിയില്ല. ഹലോ, ആ വർഗീസ് ചേട്ടനല്ലേ? എന്തേ വർഗീസ് ചേട്ടൻ പുറത്തു പോയിരിക്കുക? പുറത്തു പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇതാര്? ഓ സോറി, കൈ ചീത്ത. അത് കുഴപ്പമില്ല. ചീത്തയെന്ന് പറഞ്ഞാൽ ചെളിയുണ്ടെന്ന് മാത്രമല്ല, അത്ര ചീത്തയുടെ താടിയൊക്കെ എടുത്ത് കളഞ്ഞ് ഭയങ്കര പിന്നെ താടിയായിരുന്നു. നമ്മുടെ കൈരളിയുടെ ഒരു ഇന്റർവ്യൂ ഭാഗമായി വന്നിരിക്കുക. ഞാനേ ശബ്ദം കൊണ്ട് ജീവിക്കണതാണ്, എന്നെ കൊല്ലാൻ വേണ്ടി വേറൊരു വലിയ ശബ്ദമായിട്ട് എടുത്താൽ വന്നേക്കണേ. പണി നിർത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് പണി നിർത്താം, കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങള് രാവിലെ വരുന്ന സമയത്തിന് അല്ല, ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. ഒരു കാര്യം, നിങ്ങൾ ഒന്ന് അകത്തിരിക്കും, ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് വരാം. ഓക്കെ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. നല്ല വീടല്ലേ? നല്ല വീട്, പഴയ ഒരു നടുത്തളത്തിന്റെ സെറ്റപ്പ്. പുതിയ വീടാണെങ്കിൽ അടുത്തളം ഡ്രോയിങ് റൂം സെറ്റപ്പ്. അതെ, ചേട്ടൻ കുളിച്ചിട്ട് വരട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. സോറി സോറി. കുളത്തില ഇത് പുഴയുണ്ട്, താനത് കുളമാക്കി. പെരിയാറാണത്. പക്ഷെ കുറച്ച് യാത്രാ സൗകര്യങ്ങളൊക്കെ വന്നാവുന്നേ. ഞങ്ങളുടെ MLA വീണ്ടും അധികാരത്തിൽ വന്നിട്ടുണ്ട്. 4 പ്രാവശ്യം പോയിട്ട് പുള്ളി ശരിയാക്കിയില്ല, ഇപ്രാവശ്യം ശരിയാക്കുന്നില്ലായിരിക്കും. ശരിയായി. എന്താണ് ചോദിക്കാനുള്ളത് പറയും. ഈ എപ്പോഴും ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ആൾക്കാർ എന്നെ കളിയാക്കി. ഏഷ്യാനെറ്റ് ഇപ്പൊ എന്താണ് കഴിഞ്ഞോളൂ. ഇന്റർവ്യൂ അല്ല, ഇത് നമ്മളെ കൈരളിക്ക് ഇവിടെ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ പ്രോഗ്രാം. അതായത് ചേട്ടന്റെ കൂടെ അല്പസമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ അതിന്റെ കൂട്ടത്തില് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ വെറുതെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ചോദിച്ചോളൂ. ഞാൻ ജനിച്ചു വളർന്ന നാടത് അവിടെ. അത് ശരി, ഉളിയന്നൂർ ഞാൻ ജനിച്ചു വളർന്നത്. ഉളിയന്നൂർ. അതെ, ഉളിയന്നൂർ എന്ന് പറയുന്നത് നമ്മുടെ പെരുന്തച്ഛൻ്റെ. ഉളിയന്നൂർ തച്ചൻ. അതൊരു നൊസ്റ്റാൾജിയ ഇവിടെ വന്ന് താമസിക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. നമുക്ക് ഇവിടെ വല്ല പുല്ലിലും വല്ല ഇരുന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഴക്കണ ചോദ്യം ചോദിക്കരുത്. അതിൻ്റെ വായിലെ നാക്ക് ശരിയല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. വെറുതെ പാരകളും പ്രതിസന്ധികളും സ്വയം ഉണ്ടാക്കി വെക്കാൻ തന്നെ നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചോദ്യങ്ങൾ വളരെ ലളിതമായിരിക്കണം. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, എനിക്കേ പ്രശ്നം ഉണ്ടാവുള്ളൂ. കറണ്ട് വന്നാ? അത് വന്നു വന്നു. ശരി. ഹലോ ഹലോ, ഒരു മിനിറ്റ്. താങ്ക്സ് മാത്രം പോരാ. ചെലവ് ചെയ്യാം. ഇത് വിശ്വനാഥൻ, ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KSCB. ഈ നാട്ടുകാരനാണ്. ഇത് കൈരളിയുടെ ഹരി. താങ്ക്സ് ഏട്ടാ. വളരെ അടുത്ത് തന്നെയാണ് വീട്. സന്തോഷം. അടുത്ത സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് നാടകക്കാരനായിട്ടായിരുന്നു അല്ലേ? എത്ര കാലം നാടകത്തിൽ? ഒരു 10-12 കൊല്ലം നാടക ട്രൂപ്പുകളുണ്ടായിരുന്നു. അമേച്ചറായിരുന്നു 4 കൊല്ലം. പിന്നെ പ്രൊഫഷണൽ സമിതികളിൽ വന്നു. ഏത് ട്രൂപ്പിലായിരുന്നു? ഞാനും സേവ്യർ പുൽപ്പാട്ട് കൂടിയാണ് ആലുവ മൈത്രി കലാകേന്ദ്രം തുടങ്ങിയത്. അതിനു മുമ്പ് എന്നെ നാടകത്തിൽ അഭിനയിപ്പിച്ച ഒരാളുണ്ട്, സൂചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ. അങ്ങനെ ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ അടുത്ത് തന്നെയാണോ അത്? പുള്ളി ജോലിക്ക് വരും ഇവിടെ. അത് കഴിഞ്ഞ് അമേച്വർ സമിതികളിൽ നിന്ന് മാറി പ്രൊഫഷണൽ സമിതിയിലേക്ക് വന്നു. അങ്കമാലി നാടക നിലയത്തിൽ അഭിനയിച്ചു, അടൂർ ജയ തിയേറ്റേഴ്സിൽ അഭിനയിച്ചു, യവനിക തിയേറ്റേഴ്സിൽ അഭിനയിച്ചു. അങ്ങനെ പല സമിതികളിൽ. അത് കഴിഞ്ഞിട്ട് മിമിക്രിക്കാരനായി. അത് കഴിഞ്ഞ് ജോലി നാടകം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം നാടകത്തിൽ വളരെ അന്ന് ഞാൻ എറണാകുളത്ത് JMS എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ബോംബെ കമ്പനിയുടെ ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ. ഇപ്പം ജോലി നാടകം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി. നാടകത്തിൽ പ്രധാന വേഷം, ഒരു ദിവസം ചെന്നില്ലെങ്കിൽ നാടകം മുടങ്ങും, തല്ലും കൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഈ നാടകത്തിന് പോകുന്നതിന് എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി. ഉറങ്ങാനും നേരമില്ല, വീട്ടിൽ വരാൻ നേരമില്ല, ആകെ പ്രതിസന്ധിയായി. ആ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് പോയി മിമിക്രിയൊക്കെ നടത്തുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കലാഭവനിൽ നിന്ന് ഈ സിദ്ദിഖ് ലാൽ ഗ്രൂപ്പൊക്കെ അന്ന് ഒരു മിമിക്സ് പരേഡ് ട്രൂപ്പ് ആരംഭിച്ചു. അവരൊക്കെ കലാഭവനിലുണ്ടായിരുന്നു. അവരുണ്ട്. അപ്പോൾ അതിൽ എന്നെ പങ്കു ചേർക്കാൻ വേണ്ടി അവർ വന്ന് വിളിച്ചു.
ലാലാണ് വീട്ടിൽ വന്ന് വിളിച്ചത്. അപ്പോൾ കലാഭവനിൽ ഒന്നും അല്ലായിരുന്നു നേരത്തെ തുടങ്ങിയത്? തുടക്കം കലാഭവനിലൊന്നും അല്ല, ഒറ്റയ്ക്ക് സോളോ പ്രോഗ്രാം. പിന്നെ കലാഭവനിൽ വന്നു. കുറച്ച് കാലം കലാഭവനിലായിരുന്നു, 1-2 കൊല്ലം. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നല്ല കാലമൊന്നും വിചാരിക്കുന്ന ആളല്ല ഞാൻ. എന്താണത് കാര്യം? കലാഭവനിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ പുറത്തു വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ അകത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതാണ് സത്യം. പിന്നെ പല സമിതികളും ഉണ്ടായി. പലരും മിമിക്സ് പരേഡ് ട്രൂപ്പ് ആരംഭിക്കുകയൊക്കെ ചെയ്തപ്പോഴും പേര് കലാഭവനായിരുന്നു. അതിപ്പം ഈ തീവണ്ടിയിൽ ഒരുപാട് പേര് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാറില്ലേ, പക്ഷെ പേര് വണ്ടിക്കല്ലേ, കള്ളവണ്ടിയിൽ നിന്ന് എന്ന് പറയുന്ന പോലെ പേര് അവർക്ക് തന്നെ കിട്ടി. അങ്ങനെ കലാഭവൻ തന്നെ കിട്ടി. അതിനേക്കാൾ നല്ല സമിതിയായിട്ട് ഹരിശ്രീ, ഞാനും ഈ സിദ്ദിഖ് ലാലും ഒക്കെ കലാഭവനിൽ നിന്ന് പിന്നെ പുറത്തു വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഹരിശ്രീ മിമിക്സ് പരേഡ് ട്രൂപ്പ് തുടങ്ങി. അത് നല്ല രീതിയിൽ കുറേ കാലം വർക്ക് ചെയ്തു. അപ്പോൾ മിമിക്സ് പരേഡിൽ പോകുന്ന സമയത്ത് ഒരു സൗകര്യമുണ്ട്. ഒരു ദിവസം ഞാൻ ചെന്നില്ലെങ്കിലും അവർ ബാക്കിയുള്ള 5 പേരോട് മാനേജ് ചെയ്തോളും. ഈ ഹരിശ്രീ അശോകനൊക്കെ അവർ 5 പേരോട് മാനേജ് ചെയ്യും. നാടകത്തിന് അതുപോലെ നടക്കില്ല. അപ്പോൾ പല ദിവസവും എനിക്ക് പോകാൻ പറ്റാതെ വരാറുണ്ട്. പക്ഷേ 5 പേരോട് അത് മാനേജ് ചെയ്യും. വേറെ ആർക്കെങ്കിലും വരാൻ പറ്റിയായിരുന്നു ബാക്കിയുള്ള 5 പേരോട് മാനേജ് ചെയ്യും. അങ്ങനെ കുറേ കാലം നടന്നിരുന്നു. പക്ഷേ ഈ മിമിക്രി കാണിച്ചു കുറേ കാലം നടന്ന മിമിക്രിക്കാരനായതുകൊണ്ടാണോ ചേട്ടൻ ഈ സിനിമയിലേക്ക് വരാൻ കഴിഞ്ഞത്? അതൊന്നല്ല. മിമിക്രിക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ സിനിമയിൽ ആദ്യം വന്നു. സിദ്ദിഖും ലാലും ഒക്കെ മലയാള സിനിമയിൽ കൊടികുത്തി വേണം. എന്നിട്ടും ഞാൻ സിനിമയിൽ വന്നില്ലല്ലോ. അതെ, ഫ്രണ്ട്സാണ്. അതിനൊരു വ്യത്യാസമുണ്ട്. ഈ ഗൾഫിൽ പോണ മാതിരിയാണ്, കൂട്ടുകാർ തൊഴിലില്ലാതെ ഒരുമിച്ച് നടക്കും. അപ്പോൾ തുല്യ ദുഃഖിതരായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് വിസ കിട്ടും, മറ്റേ ആൾ സ്വപ്നം കാണും. പുള്ളി കയറി പോയി കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് വിസ അയക്കുമെന്ന് സ്വപ്നം കാണും. ആവശ്യമില്ലാത്ത സ്വപ്നമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാവും ഗൾഫിൽ ചെന്നാൽ നല്ല രക്ഷയാണ്, ഗതി പിടിക്കും, പച്ച പിടിക്കും, നല്ല നിലയിലെത്തുമെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ വിസ ആദ്യമൊക്കെ കുറേ സ്നേഹത്തിൽ കത്തെഴുതും. പിന്നെ കുറേ കഴിയുമ്പോൾ ഇവിടെ വിസ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞൊരു കത്തയക്കും. പിന്നെ അവസാനം ഇവന് യാതൊരു പ്രതീക്ഷയിലുണ്ടാവും. പിന്നെ വിസ അയച്ച് കൊടുക്കൂല. അങ്ങനെ പിന്നെ ഇവനെ ഏതെങ്കിലും ഒരുത്തൻ എപ്പോഴെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ബന്ധുവില്ലാത്ത ഒരുത്തൻ വിസയും കൊടുത്ത് കയറ്റി കൊണ്ടുപോകും. പിന്നെ അവിടെ ചെന്നാൽ ഇവൻ അതിലും നല്ല പൊസിഷനിലെത്തും, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എത്തും. അപ്പോൾ എവിടെയെങ്കിലും പെട്രോൾ ബങ്കിലൊക്കെ വെച്ച് പരസ്പരം കാണുമ്പോഴാണ് നീ വന്നാ, നീ അങ്ങനെ വന്ന്, എന്നെ ദൈവം കൊണ്ടുവന്നടേ. അതുപോലെ എന്നെ സിനിമയിൽ ദൈവം കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. എന്നെ ഡെന്നിസ് ജോസഫ് സിബി മലയിലുമാണ് സിനിമയിൽ കൊണ്ടുവന്നത്. സിനിമയിലേക്കുള്ള വിസ അടിച്ചു കിടന്നത് അവരാണ്. ഏത് പടത്തിലായിരുന്നു? ആകാശദൂത്. അല്ല, അതിന് മുമ്പ് ചേട്ടൻ അഭിനയിച്ചിട്ടില്ലേ? അതിന് മുമ്പ് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കാൻ നടക്കുന്ന പോലെ ഞാൻ അഭിനയിച്ചതുകൊണ്ട് എനിക്കൊരു പ്രയോജനം കിട്ടിയിട്ടില്ല. അല്ലേ? പപ്പൻ പ്രിയപ്പെട്ട അഭിനയിച്ചിട്ട് ആ പടം ഓടിയില്ല, എനിക്കും ഒരു പ്രയോജനം കിട്ടിയില്ല. അതൊക്കെ ഉണ്ട്. 5-6 പടങ്ങളിലൊക്കെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. ആകാശദൂതാണ് ശരിക്കും ഒരു ക്യാരക്ടർ. അതായത് ആ കഥയിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റിയാൽ ആ കഥയെ ബാധിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രസക്തമായ ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ആകാശം. ശരിക്കും നടനെ ജനം തിരിച്ചറിഞ്ഞത്. അതിന് മുമ്പ് സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. മിഖായലിന്റെ സന്തതികൾ, ഡോക്ടർ ഹരിചന്ദ്രയൊക്കെ അഭിനയിച്ചു. അതിനുശേഷം സീരിയൽ നടന്മാരെ ഇപ്പോഴും സിനിമാക്കാർ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. അതെന്താണ് കാരണം? അവർ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഈ സിനിമാക്കാരുടെ കാഴ്ചപ്പാടിൽ അവർ പാരലൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ പോലെയാണ്. ഇപ്പം നല്ല മാർക്ക് മേടിച്ചിട്ട് പാരലൽ കോളേജിൽ പഠിച്ചാലും അവന് മാർക്കില്ലാത്തവനാണെന്ന് പറയില്ലേ. റെഗുലർ കോളേജിൽ പഠിക്കുന്ന ഒരു സിനിമാക്കാരും ഈ സീരിയലുകാരും പാരലൽ കോളേജിൽ പഠിക്കുന്നവരാണെന്നുള്ളൊരു ചെറിയൊരു ധാരണയുണ്ട്. അതുകൊണ്ട് സീരിയലിൽ നല്ല നടന്മാർ പലരും സിനിമയിലേക്ക് വരാൻ സാധിക്കാതെ വന്നു പോകുന്നുണ്ട്. പക്ഷേ സിനിമയിലുള്ള നല്ല നടന്മാർ പലരും സീരിയലിലേക്ക് പോകുന്നുണ്ട്. അത് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സിനിമയിൽ സാധ്യ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പല നടന്മാർക്കും സീരിയൽ രംഗത്തേക്ക് വരുമ്പോൾ, ഒരു സീരിയലിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു 4-1 പെർഫോമൻസ് പോലും കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇപ്പം അമ്പിളിച്ചേട്ടൻ ഒരു സീരിയലിൽ അഭിനയിച്ചപ്പോൾ അങ്ങനെ പ്രേക്ഷകർക്കൊരു അഭിപ്രായം ഉണ്ടായി. സത്യത്തിൽ അമ്പിളിച്ചേട്ടനൊന്നും സീരിയലിൽ പിടിക്കാനോ സീരിയലിൽ അഭിനയിക്കാനോ പോകേണ്ട കാര്യമില്ല. എനിക്കും അറിയില്ല എന്താ കാര്യമൊന്നും, എനിക്ക് തന്നെ പിടിയില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി, നമ്മളിപ്പോൾ കഴിക്കാത്ത ഭക്ഷണം കഴിക്കണതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണം. ടേസ്റ്റ് അറിയാൻ വേണ്ടി പോയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കലാമൈൻഡ് കൊണ്ട് പോയേക്കണല്ലാതെ ബിസിനസ് മൈൻഡ് ഇവർക്കൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു ബിസിനസ്സുകാരനുണ്ടാവും. അപ്പോൾ പണം കയ്യിലുണ്ട്. ആ പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതെങ്ങനെ ലാഭകരമാക്കണം എന്നാലോചിക്കുമ്പോൾ സീരിയൽ വളരെ സേഫ് ആണെന്ന് തോന്നിക്കാണും. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർക്ക് ലാഭം കിട്ടുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചേട്ടൻ ഒരുപാട് സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട് നേരത്തെ? ഇല്ല, ഞാനൊരു 4-4 അതല്ലേ. അത്രേ ഉള്ളൂ. ഏതൊക്കെ സീരിയലുകളിലാണ്? ഞാൻ ഡോക്ടർ ഹരിചന്ദ്ര, മിഖായലിന്റെ സന്തതികൾ, പിന്നെ ഒരു ഈ ഇടയ്ക്ക് ജ്ഞാനശീലൻ സംവിധാനം ചെയ്ത ഏഷ്യാനെറ്റിലൊരു, പിന്നെ പ്രണവം എന്ന് പറഞ്ഞൊരു പ്രണവം, സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത പ്രണവം. അതിലൊക്കെ നല്ല ത്രൂ ഔട്ട് വേഷമായിരുന്നല്ലോ ശരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഇപ്പം അറ്റ് പ്രസന്റ് സീരിയലൊന്നും ചെയ്യുന്നില്ല? സീരിയൽ ചെയ്യാൻ മനഃപൂർവ്വം പോകാത്തതാണ്. ഒരുപാട് സീരിയൽ വിളിക്കുന്നുണ്ട്.
ഡയറക്ടർ ജോഷി, ഡയറക്ടർ ഷാജി കൈലാസ്, ഇങ്ങനെയുള്ള വലിയ പ്രമുഖ ഡയറക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കഴിയുന്നതും സീരിയലിൽ പോയി അഭിനയിക്കരുത്, നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾക്ക് ഞങ്ങൾ കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും നിങ്ങളുടെ മുഖം കൊണ്ട് ഈ ജനത്തിന് കൊടുത്ത് മടുപ്പിച്ച് കളയരുത്, ഓവർ എക്സ്പോസ്ഡ് ആകരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ന്യായമായിട്ടും സീരിയൽ എന്നും കിട്ടും, സിനിമ വല്ലപ്പോഴല്ലേ, എന്നും ഉണ്ടാവില്ലല്ലോ എന്നൊരു പേടിയുണ്ട്. അവരെ അനുസരിക്കുകയാണ് ഞാനിപ്പോൾ, സീരിയലിന് പോകുന്നില്ല. ഈ സിനിമയിലേക്ക് വരാൻ ചേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതുണ്ട്. അതായത് സംവിധായകരെയൊക്കെ അന്വേഷിച്ച് അവരുടെ പുറകെ പോയി ഒരുപാട് പേരെ, അതെ, പ്രമുഖരായിട്ടുള്ള അന്നത്തെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ വാതിലും മുട്ടിയിട്ടുമുണ്ട്. പക്ഷെ തുറന്നത് ഡെന്നീസ് ജോസഫും സിബി മലയിലൂടെയാണ്. ഇതിനോടകം ചേട്ടന് എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? 100 ചിത്രങ്ങൾ കഴിഞ്ഞു. ഓ അത് ശരി, സെഞ്ചുറി അടിച്ചു. അപ്പോൾ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 100ാമത്തെ ചിത്രമാണ് ഇപ്പോൾ രാവണപ്രഭു അഭിനയിക്കുന്നത്. 100ാമത്തെ ചിത്രമാണ് ഇപ്പോൾ ഈ, എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100ാമത്തെ ചിത്രമാണ് ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പടം അഭിനയിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞ 100ാമത്തെ ചിത്രം ഈ നാട് ഇവിടെ വരെ എന്ന് പറഞ്ഞ ഐ.വി. ശശിയുടെ പടമാണ്. അത് ഇന്നലെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അഭിനയിച്ച് തീർത്ത പടം എന്ന് പറയുന്നത് അതാണ്. ചേട്ടന്, അതായത് എൻ എഫ് വർഗീസിന് മനസ്സിന് ഇഷ്ടപ്പെട്ട, ഇതുവരെ ചെയ്തതിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഒരു കഥാപാത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണതിൽ വളരെ അപൂർവം. ഈ റിപ്പീറ്റേഷൻ വരുമ്പോഴേ വല്ല താല്പര്യക്കുറവൊക്കെ ഉണ്ടാവുള്ളൂ. 2-3 പടത്തിൽ കളിച്ചൊരു വേഷം പിന്നെ 4ാമതൊരു പടത്തിൽ കളിക്കാൻ നേരത്തെ ഒരു താല്പര്യക്കുറവ് തോന്നുന്നു. അല്ലാത്തത് പല കഥാപാത്രങ്ങളും, ശക്തമായ കഥാപാത്രങ്ങളെ എനിക്ക് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച എഴുത്തുകാരും സംവിധായകരും ഉണ്ട്. ടൈപ്പായി പോയി എന്നൊരു വിഷമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ടൈപ്പായിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. എന്നാലും കുറച്ച് വില്ലൻ കഥാപാത്രങ്ങൾ തുല്യമാണ് ഞാൻ ചെയ്തേക്കുന്നത്. പോസിറ്റീവ് ക്യാരക്ടേഴ്സിന് ഈക്വലാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. പക്ഷേ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കളിച്ചത് വളരെ ശക്തമായ ചില കഥാപാത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഓർത്തിരിക്കുന്നു. പിന്നെ എൻ്റെ ലോഞ്ചിങ്ങും നെഗറ്റീവ് ക്യാരക്ടർ കൂടിയാണ്. പത്രത്തിലെ വിശ്വനാഥൻ വരെ നെഗറ്റീവ് ക്യാരക്ടർ അല്ലേ. അതേസമയം ഞാൻ മഴയത്ത് മുമ്പേലെ കൈമളാനിയുടെ അച്ഛൻ, പിന്നെ ഈ പുഴയും കിടന്നില്ല സുകുമാരൻ ചേട്ടൻ, സ്പടികത്തിലെ പാച്ചുപിള്ള, പ്രദക്ഷിണത്തിലെ പൈലിയാശാൻ, അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് കൂടുതൽ പേര് ഓർത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇനി കളിച്ചുകൊണ്ടിരിക്കുന്ന പല ക്യാരക്ടേഴ്സും പോസിറ്റീവാണ്. രാവണപ്രഭുവിൽ പോസിറ്റീവാണ്, പ്രജയിൽ പോസിറ്റീവാണെന്ന് അറിഞ്ഞു, പിന്നെ ഒന്നാമനിൽ പോസിറ്റീവാണ്. അത് കഴിഞ്ഞ് നെഗറ്റീവ് കളിക്കണം, അങ്ങനെയൊന്നുമില്ല. പല്ലാവൂർ ദേവനാരായണനില് നമ്പൂരി, വൈദ്യൻ നമ്പൂരി പോസിറ്റീവ് അല്ലേ. അവാർഡിനോടെ, അംഗീകാരത്തിനോട് ചേട്ടൻ്റെ എനിക്കെന്ത് സമീപനം അംഗീകാരത്തിൽ വാങ്ങണ്ട. ഇതുവരെ അവാർഡ് ചേട്ടന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിയാൽ ഉടനെ കിട്ടും. ഉടനെ കിട്ടും എന്നൊക്കെ ഞാൻ എങ്ങനെ പറയാനാ? നമ്മുടെ ആഗ്രഹങ്ങളാണ്. എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഉടനെ കിട്ടും നിങ്ങളുടെ ആഗ്രഹമാണ്. ഏയ് ഞാൻ പറയട്ടെ, അവാർഡ് നിശ്ചയിക്കുന്നത് ജൂറി അംഗങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖലയിൽ അവർക്ക് നല്ല പ്രാവീണ്യം വേണം, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരൊന്നും അല്ല ജൂറിയിലായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ഭരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരെ ചിലപ്പോൾ തിരഞ്ഞെടുത്തെന്ന് വരും. പുറമേ നിന്നുള്ള അത് ഈ ജൂറി സെലക്ഷനിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ജഡ്ജസിനെ നിയോഗിക്കുന്നതിൽ വരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം പിന്നെ ജൂറി സെലക്ഷനിൽ ഉണ്ടാവും, നാച്ചുറലായിട്ടുണ്ടാവും. അവരിൽ എത്ര പേർക്ക് ഇതിനകത്ത് ജഡ്ജ് ചെയ്യാൻ കഴിവുണ്ടെന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ അഭിനയത്തെക്കുറിച്ച് ഒരാൾ വിലയിരുത്തുന്നത് ഒരാൾ നന്നായി അഭിനയിച്ചു എന്ന് പറയുന്നത്, അത് വേറൊരാൾ അഭിനയിച്ച് കാണുമ്പോൾ അതിനേക്കാൾ നന്നായി എന്ന് മനസ്സിലാവുള്ളൂ, നന്നാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളൊരു ജഡ്ജായിരിക്കണം. ഇപ്പം ഞാൻ പത്രത്തിലെ വിശ്വനാഥനും പല്ലാവൂർ ദേവനാരായണനുള്ള വൈദ്യൻ നമ്പൂരിയെ 1 വർഷം അവതരിപ്പിച്ച കഥാപാത്രങ്ങളാണ്. രണ്ടും കാസർഗോഡും കന്യാകുമാരി പോലുള്ള ദൂരമുണ്ട്. അത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. എന്നിട്ട് ആ കൊല്ലത്തെ ഒരു ചാനലിൻ്റെ അവാർഡില്ലേ വിശ്വനാഥൻ അവാർഡ് തന്നില്ല. അതിനകത്ത് തന്നെ അഭിനയിച്ച വേറൊരു ആർട്ടിസ്റ്റിന് അവാർഡ് കൊടുത്തതിന് ആർട്ടിസ്റ്റിനല്ലേ ഞാൻ പറയണേ. ആ വിശ്വനാഥൻ അവർക്ക് വലിയ അഭിനയമായിട്ടും തോന്നിയില്ല. കേരളം മുഴുവൻ പ്രകീർത്തിച്ചു. അതിനേക്കാൾ ചെറിയൊരു വേഷം കളിച്ച വേറൊരു ആർട്ടിസ്റ്റിന് കൊടുത്തു. അതൊരു ഓദർ സപ്പോർട്ടഡ് ക്യാരക്ടർ കളിച്ച. പിന്നെ ഒരു ആർട്ടിസ്റ്റിന് അവാർഡ് കിട്ടുന്നതിൻ്റെ പിന്നിൽ അയാളുടെ മാത്രം കഴിവല്ല, ഈ എഴുത്തുകാരൻ ആ കഥാപാത്രത്തെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മളത് വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ആർട്ടിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് എന്തുമാത്രം വരുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ശരിക്ക് ജഡ്ജ് ചെയ്യാൻ കഴിവുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. ഇത് പൊരിഞ്ഞ കയ്യടി കിട്ടുന്ന കഥാപാത്രം, അത് ഷർട്ട് കോളറൊക്കെ കയറ്റിയിട്ട് ഞാൻ എൻ്റെ കഴിവാണെന്നൊരു ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമില്ല. അത് എഴുത്തുകാരൻ്റെ കഴിവാണ്. അങ്ങനത്തെ ഒരു മുഹൂർത്തം സൃഷ്ടിച്ച് കുറിക്കുകൊള്ളുന്ന ഡയലോഗുകളൊക്കെ എഴുതി വെച്ചാൽ ആര് കളിച്ചാലും ചിലപ്പോൾ കയ്യടി കിട്ടും. പിന്നെ അത് നന്നായിട്ട് കൈയടിച്ചാൽ അതിൻ്റെ മാക്സിമം കൈയടി, നന്നായിട്ട് അഭിനയിച്ചാൽ മാക്സിമം കൈയടി കിട്ടും.
അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ മാത്രം കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അവാർഡ് കിട്ടുന്നത്. അതുകൊണ്ട് അവാർഡ് ഇപ്പോൾ കലാഭവൻ മണിക്ക് നാഷണൽ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയില്ലേ? എന്താണ് ഈ സ്പെഷ്യൽ ജൂറി അവാർഡ് എന്നുള്ളതിന് എനിക്കറിയില്ല. കാരണം അവാർഡ് കൊടുക്കാൻ ജൂറികൾക്ക് മനപ്രയാസം കൊണ്ട് കൊടുക്കാൻ പറ്റാതെ മനപ്രയാസം തീർക്കാൻ വേണ്ടി സർക്കാർ കൊടുത്തേക്കണ ഒരു അവകാശമാണ് ഈ സ്പെഷ്യൽ ജൂറി അവാർഡ്. കൺഫ്യൂസ്ഡ് ആയിട്ടൊന്നും ആണെന്നല്ല എനിക്ക് തോന്നുന്നത്. അങ്ങേർക്ക് കൊടുക്കണമെന്ന് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്. മറ്റ് പ്രഷർ കൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് തള്ളിപ്പോവും. അപ്പോൾ അവർക്ക് അത്രയും മനപ്രയാസമായിട്ട് അന്ന് രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അവകാശം തന്നേക്കണം, നിങ്ങളൊരു ജൂറി അവാർഡ് കൊടുത്തോ എന്നുള്ള രീതി കൊടുക്കണമെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മണി അസലായിട്ട് ചെയ്ത ആ ക്യാരക്ടർ. മണിക്ക് അവാർഡ് പിന്നെ അങ്ങനെ ബോധം കെട്ട് വീണില്ലെങ്കിൽ വാസന്തി ലക്ഷ്മിയും എന്ന ചിത്രം പോലും ഡൽഹി ജൂറീസ് കാണുമെന്ന് എനിക്ക് സംശയമാണ്. ബോധം കെട്ട് വീണ് അത്ര വിവാദമായൊരു ചിത്രമായതുകൊണ്ട് കണ്ടു കളയാം എന്നവർക്ക് തോന്നിക്കണം. അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുകയില്ല. കാരണം അവർ നേരത്തെ ഒരു വിധിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇതൊരു കുഴപ്പമാണ് ജൂറീസിൻ്റെ. മിമിക്രിക്കാർ പലരും ഇപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് വന്ന മിമിക്രി രംഗത്തു നിന്നും സിനിമയിലേക്ക് വന്ന പലരും സിനിമയിലെത്തിയപ്പോഴും അവർ ചെയ്യുന്ന ഒരു 90% റോൾസും പിന്നെ ഈ ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രങ്ങളെയാണ് അവർ അവതരിപ്പിച്ചത്. അപ്പം ചേട്ടനും അത് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മളെ ഇത്രയും നേരത്തെ പിന്നെ ഇടപെടൽ കൊണ്ട് മനസ്സിലായി. ഹ്യൂമർ സെൻസ് എനിക്കുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനത്തെ കഥാപാത്രം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞാനിപ്പോ സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്ത് വലിയ ചീത്തപ്പേര് കളയാതെ നിൽക്കുകയാണ്. അതെ, ഉള്ള ചീത്തപ്പേര് കളയാതെ നിൽക്കുകയാണ്. ഇനി പെട്ടെന്ന് കയറി ഒരു അടിപൊളി ഹ്യൂമർ ക്യാരക്ടർ സക്സസ്ഫുൾ ആക്കി ചെയ്താ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സീരിയസ് കഥാപാത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇമ്പാക്റ്റ്, ആ സീരിയസ്നെസ് കുറച്ച് കുറഞ്ഞു പോകുമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ തോന്നാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ റേഞ്ചുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ പോയാലും എത്ര കാലമായിരുന്നാലും സിനിമയിൽ അത്തരം കഥാപാത്രങ്ങൾ ഉണ്ടാവും. അതെനിക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർക്ക് കുറേ കാലം കഴിയുമ്പോൾ അവരുടെ ശൈലി ആവർത്തന വിരസത കൊണ്ട് മടുപ്പിക്കുന്നൊരവസ്ഥ. അല്ല, അതിൽ വ്യത്യാസമുണ്ട്. ജഗതിയുടെ ഇതുവരെ മടുപ്പിച്ചിട്ടില്ല. കൊല്ലങ്ങൾ എത്രയായിട്ടും ജഗതി ഇന്ന് ആൾക്കാർക്ക് ഇഷ്ടമാണ്. മുതൽ ജഗതി ഇന്ന് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്, നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ ശൈലി മടുപ്പിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാവും. നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഭയത്തിൻ്റെ പ്രശ്നം വന്നില്ല. നമുക്ക് ശൈലിയെ കീപ്പ് ചെയ്യണില്ല. ഈ ജഗതിച്ചേട്ടൻ ഇപ്പം സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്താൽ അല്ല, സീരിയസ് ക്യാരക്ടേഴ്സ് പുള്ളിയുടെ ജഗതി ചേട്ടൻ്റെ ഇത് സീരിയസ് ക്യാരക്ടേഴ്സ് അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു സീരിയസ് ക്യാരക്ടറൊക്കെ ജഗതിയുടെ കൊടുത്തിട്ട് ജഗതി നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് വിചാരിച്ചോ. പക്ഷെ ജനത്തിന് എവിടെയോ ഒരു തൃപ്തിക്കുറവ് തോന്നും. അതാണ് അത്തരം കഥാപാത്രങ്ങളിൽ പുള്ളി ഷൈൻ ചെയ്യാൻ പറ്റാതെ വന്നു പോകുന്നത്. പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത് അതല്ല. അതൊരു ഇമേജാണ്. അതെ, ഡയറക്ടേഴ്സിനും ഉണ്ട്. ഇപ്പോൾ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന മിമിക്രി പടങ്ങൾ, നിരവധി കോമഡി പടങ്ങൾ സംവിധാനം, ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ള നല്ല ഡയറക്ടേഴ്സാണ്. അവർ ഒരു സീരിയസ് പടം ചെയ്താൽ ജനം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സീരിയസ് പടം ആയിരിക്കില്ല. തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഇതൊരു പക്കാ സീരിയസ് പടം, അതിന് ജനം ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടത് ഇപ്പോൾ മനസ്സിലായില്ല. ഒരു മുൻവിധിയുണ്ട്. അതെ, അവരെ അങ്ങനെ ഒരു കാറ്റഗറി പെടുത്തി കളഞ്ഞു. ഒരു നടനെ കുറിച്ചും ഒരു സംവിധായകനെ കുറിച്ചും ഒക്കെ അവരൊരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. ഹ്യൂമറും സീരിയസും ഒക്കെ ചെയ്യുന്നു. ഒരെണ്ണം ഹ്യൂമർ പടം ചെയ്ത് അടുത്തൊരു സീരിയസ് പടം ചെയ്ത് അങ്ങനെയുള്ളവർക്ക് പ്രശ്നം വരില്ല. ചേട്ടൻ ഈ ഒരു സെറ്റിൽ ചെന്നു ഒരു അതായത് ഒരു കഥാപാത്രമാവുന്നതിന് മുമ്പ് ഈ സ്ക്രിപ്റ്റ് നോക്കാറുണ്ടോ? ഏതുതരം കഥാപാത്രമാണ് എന്ന് സംവിധായകനോട് അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോട് ചോദിക്കാറുണ്ട്? അതല്ല, ആ കഥാപാത്രം പറഞ്ഞിട്ടാണോ ഡേറ്റ് കൊടുക്കുന്നത്? ആ റേഞ്ചിലേക്ക് ഇപ്പോഴേ വല്ലതും എനിക്ക് ചോദിക്കാൻ തന്നെ അവകാശം കിട്ടും. താനാരോടോ എന്നോട് കഥാപാത്രം ചോദിക്കാൻ എന്ന് ചോദിക്കുന്ന ഡയറക്ടേഴ്സ് എഴുത്തുകാരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ സിനിമയിൽ അത് ചോദിക്കാൻ പറ്റില്ല. കിട്ടിയത് മേടിച്ച് നിന്റെ ബഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. പിന്നെ ഇപ്പോൾ ദൈവാധീനം കൊണ്ട് എന്താണ് കഥാപാത്രം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആരും ചൂടാവില്ല. കഥാപാത്രത്തെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ അത് നേരത്തെ എന്നെ അറിയിക്കുകയും ആ കഥാപാത്രത്തെ ഞാനൊന്ന് കൺസീവ് ചെയ്യുകയൊക്കെ ചെയ്താലേ എനിക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നൊരു തോന്നൽ എഴുത്തുകാർക്കും ഉണ്ട്, ഇപ്പോൾ ഡയറക്ടേഴ്സിനും ഉണ്ട്. അതുകൊണ്ട് അവർ പറയാനും പഠിക്കാറില്ല. നമ്മൾ ചില നിർദ്ദേശങ്ങൾ ഈ കഥാപാത്രം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ഭംഗിയാക്കാനായിട്ട് നമ്മുടേതായിട്ടുള്ള ചില ഇംപ്രവൈസേഷൻസ് നിർദ്ദേശിക്കാറുണ്ട്. നിർദ്ദേശം എന്ന് പറയാൻ പറ്റില്ല, റിക്വസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. നിർദ്ദേശിക്കാനൊന്നും നമുക്ക് അവകാശമില്ല. നമ്മൾ തച്ചിന് പറയാൻ പറ്റില്ല. സജഷൻസ് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് റിക്വസ്റ്റ് ഒക്കെ നടത്തും. വിവരമുള്ള ഡയറക്ടേഴ്സൊക്കെ അത് അംഗീകരിക്കാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ അല്ല, അംഗീകരിക്കാത്തവരുണ്ട്. വിവരമുള്ള ഡയറക്ടേഴ്സൊക്കെ അംഗീകരിക്കാറുണ്ട്. മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്ന് അതിനെ റെസ്പെക്റ്റോടെ സ്വീകരിക്കാനും ഒക്കെ ഉള്ള മനസ്സ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. താനാരാ എന്നോട് ചോദിക്കാൻ എന്ന് ചോദിക്കുന്നത് സംസ്കാരമില്ലായ്മയുടെ ലക്ഷണമാണ്, മാഹാത്മ്യത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം മഹാന്മാരായ നല്ലവരായ ഡയറക്ടേഴ്സ് നമ്മൾ ചോദിക്കുന്ന ഒരു വിഡ്ഢിത്തരമാണെങ്കിൽ പോലും എന്താ NFA കേട്ടിട്ട്
അത് അങ്ങനെ ചെയ്താൽ ഇന്ന കുഴപ്പമുണ്ടാവും എന്ന് കൺവിൻസ് ചെയ്യും നമ്മളെ. താനങ്ങ് പറഞ്ഞേ ചെയ്താൽ മതി എന്ന് പറയും അല്ലാത്തവർ. അപ്പോൾ അത് വിവരം കുറവുള്ളവരുണ്ട്. ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നവർ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞു തരും. അല്ലാത്തവർ പറയും എന്നെ അതിങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. നമുക്ക് കൺവിൻസ്ഡ് ആവും. പിന്നെ ദർ ഇസ് നോ എ ബാറ്റിൽ, സ്ട്രേറ്റ് അവേ നമ്മൾ അങ്ങ് ഒബേ ചെയ്യണം. പിന്നെ അപ്പോൾ ഈ കഥാപാത്രം നമ്മൾ ഇപ്പം ചേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചു, അതിലെ ഒരു കഥാപാത്രം ഈ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ മറ്റൊരാൾ, അല്ലെങ്കിൽ ഒരു കൂലിത്തലുകാരൻ, അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവർ, ഇങ്ങനെ പല പല കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി ചേട്ടൻ പിന്നെ നമ്മുടെ ചേട്ടൻ ഇവിടെയൊക്കെ കണ്ടു മറന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. ഒബ്സർവേഷൻ, നമുക്ക് ജീവിതത്തിൽ പരിചയമുള്ള ചില കഥാപാത്രങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരും. അവരുടെ മാനറിസംസ്, അവരുടെ ചില ഫീച്ചേഴ്സ്, അവരുടെ സ്റ്റൈല് ഒക്കെ നമുക്ക് ഓർമ്മ വരുമ്പോൾ അത് കുറേയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു, ഞാൻ ആ കഥാപാത്രമായിട്ട് കഥ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ കഥാപാത്രമായിട്ട് മാറി അഭിനയിച്ച ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നത്. അതൊക്കെ വെറുതെ നുണയാണ്, അതൊക്കെ വെറുതെ കൊടുക്കത്ത നുണയാണത്. ചേട്ടാ ഇപ്പോഴ് മലയാള സിനിമ ഒരു എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പ്രതിസന്ധിയുടെ വക്കിലാണ്. സാമ്പത്തിക പ്രതിസന്ധി എല്ലായിടത്തും ഉണ്ട്, സിനിമയിലും ഉണ്ട്. അതെ അല്ലേ. പക്ഷേ ഈ ഷക്കീല പടങ്ങൾ ഇപ്പോഴേ വളരെയധികം ഇങ്ങനെ വെള്ളത്തിലങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷക്കീല ചിത്രങ്ങൾ. ഇത് നമ്മുടെ മലയാള സിനിമയെ വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്യുന്നത്? മഴ വരാൻ പോകുന്നുണ്ട്. ഈ ചോദ്യം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അതെ, ഷക്കീല ആയതുകൊണ്ടാണോ? അത് അകത്തിരിക്കാൻ പറ്റില്ല, കാരണം കുടുംബമൊക്കെ ഉള്ളതാണ്. ഷക്കീലയെ കുറിച്ച് വിശദമായിട്ടൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ അങ്ങനെ അവരുടെ പടത്തിലും അഭിനയിച്ചിട്ടില്ല, അവരുടെ പടം കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷണമുണ്ട്, നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് അകത്തിരിക്കാം. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഷക്കീല പടങ്ങളെ കുറിച്ച്. അതെ, തിരുന്ന് സംസാരിക്കാം, മഴയാണെന്നൊക്കെ പറഞ്ഞു. അതെ, ഈ സിനിമ ഒരു വ്യവസായമാണ്. പ്രൊഡ്യൂസർക്ക് മുടക്കുന്ന കാശ് കിട്ടണം. അപ്പോൾ നല്ല ചിത്രങ്ങളൊന്നും കാര്യമായിട്ട് ഓടുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വികൃതമായ ആസ്വാദന രീതിയാണ് ഈ ഷക്കീലയെ പോലുള്ള ഒരു പെൺകുട്ടി സുന്ദരിയാണെന്ന് അവർ പറയുന്നത് തന്നെ. എന്തൊക്കെ ആയാലും ചിലവാകുന്നുണ്ട് അത്തരം ചിത്രങ്ങൾ. അതിനെ നിയന്ത്രിക്കാൻ സെൻസർ ബോർഡിൻ്റെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ കളിക്കുന്നത്. പിന്നെ സെൻസർ ബോർഡിനെ കാണിച്ചതിന് ശേഷം അവരറിയാത്ത ചില പോർഷൻസൊക്കെ വെട്ടി കയറ്റുന്നുണ്ടാവുമായിരിക്കും. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഷക്കീല പടങ്ങൾ കണ്ടിട്ടില്ല, അതിനകത്ത് അഭിനയിച്ചിട്ടില്ല, അഭിനയിക്കുകയില്ല. അത്തരം ചിത്രങ്ങളെ നിയന്ത്രിക്കാൻ സെൻസർ ബോർഡിനെ കൊണ്ടും ഗവൺമെൻറ്റിനെ കൊണ്ടും മാത്രമേ കഴിയുള്ളൂ. അതിനെ നിയന്ത്രിച്ചാൽ മറ്റ് സിനിമകൾ കാണാനുള്ള താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് ദൂഷ്യം ഉണ്ടാക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായ മറ്റൊരു സംഭവം കൂടില്ലേ. ഇപ്പോൾ ഈ അടുത്തിടെ വളരെ ഇതായിട്ട് നടക്കുന്ന ഈ വ്യാജ കാസറ്റുകളുടെ സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിലെത്തുന്ന ഈ കള്ള കാസറ്റുകൾ. പിന്നെ ഇപ്പോൾ പടം ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേ പൈറേറ്റഡ് കാസറ്റ് ഇറങ്ങി തുടങ്ങി. ആ ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. അവർ തന്നെ കുറെ കവർ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം, സ്വീകരിച്ചേ പറ്റുള്ളൂ. കർശന നടപടി സ്വീകരിക്കണം. എനിക്കൊരു മകനേ ഉള്ളൂ. അവൻ നന്നായിട്ട് കീബോർഡ് വായിക്കും. അവനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുക. അവൻ മുകളിലിരുന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം ഞാനിവിടെ വന്നിട്ടും മക്കളെ ആരും പരിചയപ്പെട്ടില്ല. എല്ലാവരെയും പരിചയപ്പെടുത്താം. അവനെ കീബോർഡ് വായിക്കുന്നവനെ കീബോർഡ് വായിക്കണോട് തന്നെ പരിചയപ്പെടും. ശരി, മോനെ കാണുന്നതിന് മുമ്പ് ഭാര്യയും കുട്ടികളൊക്കെ ഒന്ന് കാണാം. സഹധർമ്മിണി നേരത്തെ ഏഷ്യാനെറ്റിലൊക്കെ കണ്ടിട്ടുള്ള 2 പ്രാവശ്യം. ഇതെന്റെ മൂത്ത മോള് സോഫിയ. ഇത് മകന് താഴെയുള്ള 8ാമത്തെ മകൾ സുമിത. എന്ത് ചെയ്യുന്നു? ഫിസിയോതെറാപ്പിക്ക് ഫൈനൽ ഇയർ. ഡാൻസ് കളിക്കാം. ഡാഡി പറഞ്ഞു ഇങ്ങനെ ഡാൻസ് കളിക്കും. അതെ, ഡാഡിയുടെ സിനിമകളൊക്കെ കാണാറുണ്ടോ? ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പത്രം. ഓ, അത് ശരി. എങ്ങനെയാണ് വഴക്കൊക്കെ പറയാറുണ്ടോ? പിന്നെ വഴക്കുണ്ടെങ്കിൽ ഡാഡിയാവും. ഡാഡി തന്നെയാണോ വിളിക്കുന്നത് നേരത്തെ? അപ്പച്ചി. അതാണ് ഞാൻ നേരത്തെ കേട്ടു. ഇങ്ങനെ അകത്തുനിന്നൊരു വിളി ഇങ്ങനെ കേട്ടു. ചേച്ചിയെടുത്ത് ഞാനൊരു ചോദിക്കും. അപ്പോൾ ഈ കല്യാണം നടക്കുന്ന സമയത്ത് പിന്നെ ചേട്ടന് ജോലി ഉണ്ടായിരുന്നല്ലോ, നാടകത്തിൽ അഭിനയം ഉണ്ടല്ലേ? നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് സിനിമയിലേക്ക് കയറി നാടക അഭിനയം നിർത്തി മിമിക്രിക്കാരനായി. മിമിക്രി ഉള്ള സമയത്ത് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി കളഞ്ഞിട്ട് ഈ സിനിമാക്കാരനായപ്പോഴത്തേക്കും ചേട്ടൻ ജോലി കളഞ്ഞല്ലോ. അപ്പോൾ ഈ ജോലി പോയപ്പോൾ ഇനിയും ഒരു സിനിമയിലേക്ക് എൻട്രി ചെയ്തു. നാളെ ഒരു വലിയ നടനാവും, ഇപ്പോൾ ആയി. പക്ഷെ അന്ന് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ
ജീവിതത്തിലൊരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന് നല്ല സ്വരമാണ്. ആ സ്വരം വെച്ച് എന്തെങ്കിലും പരസ്യമൊക്കെ പറഞ്ഞിട്ടായാലും അത് തന്നെയല്ലേ എങ്ങനെയായാലും വീണ 4 കല്ല് വീഴും. അങ്ങനത്തെ ആളാണ്. എന്തെങ്കിലും പേടി തോന്നിയിട്ടില്ല. ഉറപ്പുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഭയമേ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും ജീവിച്ചു പോകാം എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഈ ശബ്ദം നേരത്തെ ചേട്ടന് അന്ന് വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അഡ്വർടൈസ്മെന്റ്സിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് പരസ്യങ്ങൾ ചേട്ടന് ഇത് ഞാൻ ഇപ്പോഴാണ് ഡബിങ്ങിന് ഈ ചേട്ടൻ്റെ എല്ലാ പടങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് ശബ്ദം വിയറ്റ്നാം കോളനിയിൽ ചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? ആ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ശബ്ദം ഞാൻ വേറെ ആർക്കും കൊടുക്കുന്നില്ല, എനിക്ക് തന്നെ വേണ്ടി ഉപയോഗിക്കുന്നു. ആ, മകൻ മുകളിൽ നിന്ന് മ്യൂസിക് വായിക്കുന്നുണ്ട്, ഒരു മകളൂടെ ഉണ്ട്. നമുക്കിനി അവരെ കാണാം. ഒരാളെ ഇവിടെ നിന്നാണ് നമ്മൾ ആ മ്യൂസിക് കേട്ടത്. ഓ, ഇതാണ് അതിൻ്റെ ഉത്ഭവ സ്ഥാനം അല്ലേ? എൻ്റെ ഇളയ മോള് സൈര. മോനെ, സോറി. കുറേ നേരമായിട്ട് ഈ മ്യൂസിക്കിനെ കേട്ടോണ്ടിരിക്കുകയാണ്. വളരെ വലിയ കാര്യമാണ് സംഗീതം. എത്ര കാലമായി ഇത് പഠിക്കാൻ തുടങ്ങി? ഇത് 7th സ്റ്റാൻഡേർഡിൽ കുറച്ച് കാലം പഠിച്ചു, ഒരു 1.5 ഇയേഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തന്നെ ചെയ്ത് ശരി. ഇപ്പൊ പിന്നെയും പഠിക്കുന്നുണ്ട്. ഇപ്പൊ പ്രൊഫഷണൽ ആയ ശരി പ്രോഗ്രാംസിനൊക്കെ പോകാട്ടോ? ചെറിയ ചെറിയ പ്രോഗ്രാംസിനൊക്കെ പോയി തുടങ്ങി. വേറെ ഇപ്പം എന്താണ് അക്കാഡമിക് ഇത് പഠിക്കുന്നത്? അക്കാഡമിക് ഇപ്പോൾ ഞാൻ ഡിഗ്രി ചെയ്യണം. എന്ത്? 2 ഡിഗ്രി ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ആലുവയിൽ തന്നെ MES കോളേജിൽ, ഒരെണ്ണം BIT ഇൻഫർമേഷൻ ടെക്നോളജി ഡിഗ്രി മണിപ്പാലിലെ കറസ്പോണ്ടൻസ്. റെഗുലർ ക്ലാസ്സിൽ പാർട്ട് ടൈം. ഇത് കൂടാതെ കലാപരിപാടി എന്നെക്കാൾ തിരക്ക്. ഞാനാണ് തിരക്കുള്ള ആളെന്ന് വിചാരിച്ചിരുന്നത്. ദിവസം ചോദിച്ചാൽ ഇവനെ സ്പെയർ ചെയ്യാൻ എനിക്ക് തരാനില്ല, അത്ര വലിയ തിരക്കായി. ഈ സിനിമയിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഫിലിം ഫീൽഡിൽ അങ്ങനെ വലിയ മ്യൂസിക്കാണ് ഇൻട്രസ്റ്റ്. മ്യൂസിക് ആണല്ലേ? ആക്ടിങ്ങിനൊന്നും വലിയ ഇല്ല. താല്പര്യം. പക്ഷേ രാഷ്ട്രീയക്കാരെ മക്കളെ കൊണ്ട് തന്നെ മാതിരി തല്ലി പഠിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. താല്പര്യം ഉണ്ടെങ്കിൽ വരിക. അല്ലാതെ എങ്ങനെയെങ്കിലും നേതൃത്വത്തിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ശരിയാണ്. ഓളിപ്പോ ഏത് ക്ലാസ്സിലായി? ഞാൻ 10th. 10th. പാട്ടോ ഡാൻസ് ഒക്കെ ഉണ്ടോ? ചേട്ടൻ്റെ അടുത്ത ആളാണ്. ഡാൻസ് ഉണ്ട് എന്നാലും പഠിക്കുകയും ചെയ്യും. കുറച്ചൊക്കെ പേടിയായിരുന്നു കേട്ടോ, ഒരു ചെറിയ ചമ്മലുണ്ട്. ലൈഫിന്റെ ഒരു അതായത് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സ്റ്റെപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ആണോ? ചേട്ടൻ്റെ അടുത്ത ആളാണെന്ന് തോന്നുന്നു. ചേട്ടൻ്റെ കൂടെയാണ് എപ്പോഴും ഇവിടെ വന്നപ്പോൾ പോലും ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ നീ വായിച്ചോളൂ. ഒരു ചെറിയ പീസ് വായിച്ചു. ഗംഭീരമായിരിക്കും. ഫ്യൂച്ചറിൽ ഒരു നല്ല സംഗീതജ്ഞനായി വരാൻ ഇയാളെ ഒന്ന് പരിചയപ്പെടുത്തണം. ഇയാള് എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഞാൻ നേരത്തെ താമസിക്കുന്ന വീടിന്റെ അയൽവക്കത്തുള്ള എബി എന്ന് പേര്. കലാകാരനാണ്, നന്നായിട്ട് വരയ്ക്കും, പാടും. പാട്ടൊന്നും പാടിക്കണില്ല ഞാനിപ്പോ തൽക്കാലം. പിന്നെ എല്ലാത്തിനും ഉപരി എൻ്റെ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ആദ്യം പോയി കണ്ടിട്ട് അതിന്റെ റിപ്പോർട്ട് എനിക്ക് തന്നെ ആദ്യം പോയി കാണും. കണ്ടിട്ട് അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് തന്നെയാണ്. ആകാശത്ത് ഏറ്റവും കണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ. എല്ലാ പടങ്ങളും അത്രയൊക്കെ കണ്ടിട്ട് അപ്പം എനിക്ക് വിളിച്ചു പറയും. എറണാകുളത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഉടനെ ടെലിഫോൺ ചെയ്തിട്ട് പറയും ഇങ്ങനെ ആയിട്ടുണ്ട്, പടം കൊള്ളാം, മറിച്ചിട്ട് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഇന്ന കുഴപ്പമുണ്ട് ഒക്കെ പറയുമല്ലോ. ശരി എന്നാ വരൂ, താഴത്തേക്ക് പോകാം. അപ്പോൾ ചേട്ടാ, ഈ പിന്നെ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി അമ്മ സംഘടന എല്ലാവരും കൂടെ രണ്ടുമൊക്കെ പോയിരുന്നു തോന്നുന്നു. പാനൂരിൽ പോയി സത്യാഗ്രഹമൊക്കെ ആയിരുന്നു. പക്ഷെ എന്ന് വിചാരിച്ച് അവിടെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ട് അല്ല, അതെ, അവിടെ ഒന്നും പെട്ടെന്നൊന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. എന്തിനായിരുന്നു ആ യാത്ര ശരിക്കും? യാത്രയുടെ ഉദ്ദേശം സാമൂഹ്യ പ്രതിബദ്ധത സിനിമാക്കാർക്കുണ്ടെന്ന് തെളിയിക്കുക. അതുമാത്രമല്ല, അവിടെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. സത്യത്തിൽ പേടിച്ചരണ്ടിരുന്ന ജനങ്ങളെ വീടുകളിൽ നിന്ന് പുറത്തിറക്കുക. അത് സാധിച്ചു കേട്ടോ. ഞങ്ങൾ ചെന്ന അന്ന് ഒരു മനുഷ്യർക്കും പേടിയില്ലാതെ എല്ലാവരും അവിടെ ഒത്തുകൂടി എന്നുള്ള സത്യമാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക്, നിരന്തരമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയണമെങ്കിൽ അത് പെട്ടെന്ന് നടക്കുന്നതല്ല, ഒരുപാട് കാലം കൊണ്ട് അത് നടക്കുള്ളൂ. ഒരു കാര്യം ശരിയാണ്, പരിഹാരം ഉണ്ടാകണമെങ്കിൽ
ആദ്യം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളും ചാനലുകളുമാണ്. ശരി. അത് ഞാനവിടെ പ്രസംഗിച്ചത്, പക്ഷെ ഒറ്റ ആൾ റിപ്പോർട്ട് ചെയ്തില്ല. അത് എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാൻ പറയുന്നത് പാനൂരോ അല്ലെങ്കിൽ കണ്ണൂരോ നടക്കുന്ന ഒരു രാഷ്ട്രീയ കൊലപാതകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വർഗീയ കൊലപാതകത്തെ പൈങ്കിളിക്കഥ പോലെ എഴുതി പിടിപ്പിച്ച് യാതൊരു പകയും വിദ്വേഷവും ഇല്ലാത്ത സാധാരണക്കാരായ മലയാളികൾ വിദേശത്ത് താമസിക്കുന്നവരുടെ മനസ്സിൽ വരെ ഈ പകയും വിദ്വേഷം കുത്തിവെക്കുന്നൊരു പ്രവണതയാണ് പത്രക്കാർ ചെയ്യുന്നത്. ഒന്ന്. ചാനലുകളാണെങ്കിൽ വെട്ടുകൊണ്ട് കിടക്കുന്നവൻ്റെ കഴുത്തറ്റ് കിടക്കുന്നതിൻ്റെ ബ്ലഡ് ഷെഡിൻ്റെ ക്ലോസപ്പ് എടുത്ത് കാണിച്ച് എൻ്റെ ചാനലിന് കൂടുതൽ സർക്കുലേഷൻ കിട്ടണം എന്നുള്ള വികാരത്തോടെ ഈ ബിസിനസ് മൈൻഡോടെ അത് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ലാത്ത പകയും വിദ്വേഷം മനുഷ്യരിൽ പടർന്നു വരും. പാനൂർ നടക്കുന്നൊരു കൊലപാതകത്തെ പത്രത്തിൻ്റെ 5-ാം പേജിലോ 6-ാം പേജിലോ ഒരു ചെറിയ വാർത്തയായിട്ട് കൊടുത്ത് എഴുതി തള്ളിക്കളയണം. അത് ആര് മരിച്ചാലും ആര് കൊന്നാലും വീട്ടുവഴക്കായാലും അതിർത്തി തർക്കമായാലും അത് ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് കണ്ടുപിടിക്കാനുള്ള പത്രക്കാരുടെയും ചാനലുകളുടെ ധൃതി കാണുമ്പോൾ നാടിനോടുള്ള കൂറ ഒരു മറന്നു പോകണില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരത് ഏത് രാഷ്ട്രീയക്കാരെങ്കിലും ആവട്ടെ, CPM കാരൻ BJP കാരനെ കൊന്നോ RSS കാരൻ കേരള കോൺഗ്രസ്സുകാരനെ കൊന്നോ എഴുതാതെ മനുഷ്യനെ കൊന്ന കഥയായിട്ട് എഴുതുന്നത്. മനുഷ്യർ മരിച്ചിട്ട് കുറെ കാലം അവിടെയൊക്കെ രാഷ്ട്രീയക്കാരെ മരിക്കുന്നത്. മനുഷ്യനെ മറന്നു പോകുന്നു മാധ്യമങ്ങൾ, പത്രക്കാർ. അത് മാറ്റണം. അത് മാറ്റിയാൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് പ്രസിദ്ധീകരണങ്ങൾ യാതൊരു പ്രാധാന്യവും കൊടുക്കില്ല എന്ന് കണ്ടാൽ വെട്ടും കൊലയൊക്കെ കുറയും. പണ്ട് നക്സലേറ്റുകളുടെ ആക്രമണത്തിന് ഒരു അവസാനം അറുതി കണ്ടുപിടിക്കാൻ ഈ മാർഗം സ്വീകരിച്ച് സക്സസ് ആയതാണ്. തല വെട്ടി അവിടെ ഇവിടെയും വെച്ചത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരാൻ വേണ്ടിയാണ് അവർ വെട്ടുന്നത്. പക്ഷെ അത് വരില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വെട്ടൽ നിർത്തിയവർ. ആ ഒരു സമീപനം പത്രക്കാർ, നാടിനോടുള്ള കൂറുകൊണ്ട് പത്രക്കാരും മാധ്യമങ്ങളും ഇത്തരം ഒരു സമീപനം ഈ വക കൊലപാതകങ്ങളോട് എടുത്താൽ തന്നെ ഇതിന് വലിയ പ്രചാരം കിട്ടില്ല, ഇത് പടർന്നു പിടിക്കില്ല. വളരെ നല്ലൊരു നിർദ്ദേശമാണ് ചേട്ടൻ വെച്ചത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അത് എനിക്ക് പത്രക്കാരോടുള്ള ദേഷ്യം കൊണ്ട് പറയണമെന്നല്ല, അവരുടെ ഈ മാധ്യമങ്ങളിലെ പത്രക്കാരുടെയും വികാരം ഒരു ശവപ്പെട്ടിക്കാരുടെ വികാരമായിരിക്കരുത്, കച്ചവടക്കാരൻ്റെ ആ വിചാരമായിരിക്കരുത്. അതല്ല, മനുഷ്യൻ്റെ വികാരമായിരിക്കണം. മനുഷ്യത്വം വേണം, ദേശസ്നേഹികളുടെ വികാരം ഓർത്ത് വേണം. അതെനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ചേട്ടന് ഈ സിനിമാ ജീവിതത്തിൽ, സിനിമയിൽ വന്നിട്ട് ഒരുപാട് കാലമായി, അപ്പോൾ ഈ സിനിമാ ജീവിതത്തിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം? വേദനിക്കുന്ന അനുഭവങ്ങൾ പലതുണ്ട്. പറഞ്ഞാൽ പലരും വേദനിക്കും. അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുന്നതല്ല നല്ലത്. എന്നെ വേദനിപ്പിച്ചവരിപ്പോൾ വേദനിക്കും, ഞാനത് പരസ്യമായിട്ട് പറഞ്ഞാൽ. അതുകൊണ്ട് ഞാനത് പറയാതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പോൾ പിന്നെ നമ്മുടെ മലയാളത്തിലെ 2 അതുല്യ നടന്മാർ, സൂപ്പർ സ്റ്റാർസ് എന്ന് വിശേഷിപ്പിക്കുന്നു, മമ്മൂട്ടി മോഹൻലാൽ. ഈ 2 പേരോടൊപ്പം ചേട്ടൻ നിരവധി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ 2 പേരെയും കൂടെ ഒന്ന് ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ, അഭിനയ പാഠവത്തിൻ്റെ കാര്യത്തിൽ ചേട്ടനൊന്ന് തുലനം ചെയ്താൽ? ഇത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കില്ല എന്ന് പറഞ്ഞു ചോദിച്ചു. അതൊന്ന് മാറ്റി ചോദിച്ചത്. കാരണം ഞാൻ ഇവർ ആരുടെ ശത്രുവാണോന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അല്ല, ചോദ്യത്തിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോന്ന് എനിക്ക്. ഞാൻ ഒരു കാര്യം പറയാം. മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയും തിലകൻ ചേട്ടനും ശങ്കരാടി ചേട്ടനും അങ്ങനെ ഒരുപാട് പേര് മലയാള സിനിമയിൽ പ്രതിഭകളുണ്ട്. ഒരുപാട് റേഞ്ചുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലിനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ മറിച്ചൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണമല്ലേ? ഈ ഓറഞ്ചിനോടാണോ അതോ ആപ്പിളിനോടാണോ? അല്ല, ഇപ്പം പറയാനൊക്കെ ഇല്ല. രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്. ഓറഞ്ചിന്റെ ടേസ്റ്റ്, ആപ്പിളിന്റെ ടേസ്റ്റ്. മോഹൻലാൽ മേ ബി ഓറഞ്ച്, മമ്മൂട്ടി മേ ബി ആപ്പിൾ. I cannot say that orange is better than an apple and apple is better than orange. Sorry, don't put me in trouble. ഇനിയിപ്പോൾ ചേട്ടൻ്റെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? അടുത്ത പരിപാടി നമ്മുടെ അമ്മ സംഘടനയിലെ ഞങ്ങളുടെ സുഹൃത്ത് ഗണേഷ് മന്ത്രിയായിട്ട് ഇന്ന് അമ്മ സംഘടനക്കാർ എറണാകുളത്ത് സ്വീകരണം കൊടുക്കുന്നുണ്ട് 6 മണിക്ക്. ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ മന്ത്രിയായിരിക്കുന്നു. അദ്ദേഹം മലയാള സിനിമയെ രക്ഷിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. അതൊന്നും പെട്ടെന്നൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. സംസ്ഥാനത്തെ പോലും രക്ഷപ്പെടുത്താൻ പലരും വിചാരിച്ചിട്ട് നടക്കുന്നില്ല. എങ്കിലും കുറച്ച് ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിയെന്ന് എനിക്ക് നേരത്തെ മുതൽ തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും തുറന്നു പറയാനൊക്കെ മനസ്സിലുള്ള ആളാണ്. അയാളുടെ സ്വീകരണത്തിന് പോകണം. അതാണ് അടുത്ത പരിപാടിയിൽ. അതല്ലാതെ നമുക്ക് ഇവിടെ അടുത്ത ആരെങ്കിലും കാണാനോ? അടുത്ത് കാണാനുള്ളത് എൻ്റെ ഗുരു എന്ന് പറഞ്ഞ ആളില്ലേ, നാടകത്തിലേക്ക് അങ്ങേരെ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. നമുക്ക് അമ്പലം ഇവിടെ അടുത്തുണ്ടല്ലോ, വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ് മഹാദേവ ക്ഷേത്രം, പെരുന്തച്ചമ്പലം. അമ്പലത്തിന്റെ സമീപത്ത് പോകണം. ഞാൻ നാടകം പഠിച്ച കെട്ടിടത്തിന്റെ അടുത്ത് പോകാം. സൂചേട്ടൻ വരെയാണെങ്കിൽ സൂചേട്ടനെ അവിടെ വെച്ച് കാണാം. അങ്ങനെ നമുക്ക് അവിടെ ഇറങ്ങാം. ഇത് പരശുരാമൻ സ്ഥാപിച്ച 128 മറ്റോ ക്ഷേത്രങ്ങളെ കുറിച്ച് പുരാണത്തിൽ പറയുന്നുണ്ട്. അതിലൊരു ക്ഷേത്രമാണ്, ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ. പക്ഷെ അതിനുശേഷം ഇവിടുത്തെ നമ്പൂരിമാരെല്ലാം കൂടി പെരുന്തച്ചനെ കൊണ്ട് സ്ഥാപിച്ച മഹാദേവ ക്ഷേത്രമാണ് അപ്പുറത്തുള്ള വലിയ അമ്പലം. അപ്പൊ അങ്ങോട്ട് പോവാം. അങ്ങനെയാണ് ഉളിയന്നൂർ എന്നുള്ള ഒരു പേര് ഇവിടെ വരാൻ അല്ലേ? നമ്മൾ അന്വേഷിച്ച് പോയ ആളിതാ വരുന്നു.
സൂചേട്ടൻ. കാര്യമായി എന്തായാലും. ആരെ വാ സൂചേട്ടാ. ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. നന്നായി ഏതായാലും വന്നത്. കൈരളിക്കാർ വന്നിട്ടുണ്ട്, ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇറങ്ങാം. അവരങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. ഭാഗ്യത്തിന് സൂചേട്ടൻ ഇങ്ങോട്ട് വന്നു. മഴയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഇരിക്കാം. ഈ കൊട്ടാരത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്. പഴയ കാലത്തെ നാടകത്തിന്റെ റിഹേഴ്സലുകളുടെ കേന്ദ്രമായിരുന്നു ഇത് ഞങ്ങളുടെ. ഓ അത് ശരി. ഇവിടെ വെച്ചായിരുന്നു റിഹേഴ്സൽ. ഞങ്ങള് പണ്ട് അമേച്വർ നാടകം റിഹേഴ്സൽ എടുത്ത ഒരു സ്ഥല. ഓഹോ. രാത്രിയും പകലും. സുജനിധി, ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണിത് അല്ലേ? ഞങ്ങള് ആദ്യകാലത്തെ റിഹേഴ്സലുകൾ ഒരുപാട് എന്നെ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത് ഇദ്ദേഹമാണ്. ശരി, ഹരിശ്രീ കുറിപ്പിച്ച ആള്. ഒരുപാട് സ്കൂളിലും, അതെ സൂചേട്ടൻ, കോളേജിലും ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും ആദ്യകാലം ഇല്ലേ, ആദ്യ അക്ഷരം എഴുതി പഠിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ നാടകം അഭിനയിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ അടിയും കൊണ്ടിട്ടുണ്ട്. ആ ശേഖരൻ, ഇത് ഞങ്ങളുടെ അമ്പലം കമ്മിറ്റിയുടെ സെക്രട്ടറി, ഒരു കലാകാരൻ കൂടിയാണ് കേട്ടോ. ഇവിടെ ഉളിയന്നൂരുള്ള മറ്റൊരു കലാകാരൻ. അപ്പോ ചേട്ടാ, അപ്പോഴേ ഈ ശിഷ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ അടിയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞത്? പയ്യൻ കൊള്ളാം, അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലായി എനിക്ക്. പിന്നെ അടി കൊണ്ടപ്പോ ഞാൻ ശരിയായി. അടിക്കാൻ ആവശ്യമായിട്ട് അടിച്ചതല്ല, അയാൾക്കുള്ള കഴിവുണ്ട്. ആ കഴിവ് മുഴുവൻ പ്രകടിപ്പിക്കാൻ വേണ്ടി അടിച്ചതാ. എങ്ങനെയാണ് ചേട്ടൻ ഇദ്ദേഹത്തിനെ ശിഷ്യനാക്കുന്നത്? ശിഷ്യനാക്കാന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ കരിവേലി മണപ്പുറം, എൻ്റെ പടിഞ്ഞാറ് വശ, അവിടെ ഞാൻ നാടകം അഭിനയിക്കാറുണ്ട്. കറുത്ത വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം വള്ളിക്കളസമൊക്കെ ഇട്ടിട്ട് നടക്കുന്ന പ്രായമാണ്. ഈ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേകത. ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ആണ് നാടകത്തിന്റെ ആള്, ഞാൻ അദ്ദേഹത്തെ അറിയുള്ളൂ. എനിക്ക് നാടകത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സൂചേട്ടൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. വന്നപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം. ഞാൻ പറഞ്ഞു അത്രയൊന്നും ആയില്ല, അച്ഛനും വലുതാവട്ടെ. അങ്ങനെ കൊച്ചു പിള്ളേരെ സംഘടിപ്പിച്ചിട്ട് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ മേൽനോട്ടത്തിൽ അവരെ ഇങ്ങനെ മത്സരങ്ങൾക്ക് കൊണ്ടുപോയി. അധികമൊന്നും വേണ്ടി വന്നില്ല, മത്സരങ്ങൾക്ക് കൊണ്ടു വന്നില്ല. മുമ്പായിട്ട് അയാൾ വലിയ ക്ലബ്ബിലേക്ക് കയറാൻ അയാൾക്കുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ജീവിതം ഒരു കൊടുങ്കാറ്റാണ് എന്നൊരു നാടകം അഭിനയിക്കാനായിട്ട് പ്രധാന കഥാപാത്രത്തെ പരീക്ഷണിപ്പിച്ചു. ഈ ആദ്യ നാടകം എന്ന് പറഞ്ഞതാണോ ചേട്ടൻ? അതാണ് ആദ്യ നാടകം. ഒരാൾ കൂടി കള്ളനായിലാണ് ഈ കഥാപാത്രം. ജീവിത കൊടുങ്കാറ്റിൽ ഇയാളൊരു ചെറിയ വില്ലൻ വേഷത്തിൽ ഞാൻ കൊണ്ടുവരും. പറഞ്ഞു നാട്ടുമ്പുറ ആയതുകൊണ്ട് വില്ലൻ വേഷത്തിൽ ഞാനായാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ഞാൻ പറയാൻ സംഭവം വില്ലൻ വേഷം കളിക്കണേന്റെ ഇല്ല. ഞാൻ നാടകത്തിന് പോണതിന് അപ്പോൾ ഈ യാഥാസ്ഥിതരായ അപ്പനും അമ്മയ്ക്കുന്നു അതിനോട് വലിയ താല്പര്യമില്ലായിരിക്കാണ്. ആദ്യം തന്നെ ഒരു വില്ലൻ വേഷം കഴിച്ചാൽ അന്നോട് ഈ ഫയല് ക്ലോസ് ചെയ്ത് കളിക്കറി. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടല്ലോ. തൽക്കാലം ഒരു നല്ലവനൊക്കെ ആയിട്ട് അഭിനയിക്കേണ്ടി അവരുടെ മനസ്സുകൊണ്ട് നാളെ നാടകത്തിൽ നീ പൊയ്ക്കോടെ പുത്ര എന്ന് പറഞ്ഞു കിട്ടൂലോ എന്ന് ഓർത്തിട്ട് എങ്ങനെയാട്ടെ ഏതായാലും അത് അഭിനയിച്ചില്ല. പക്ഷെ പിൽക്കാലത്ത് പറീസ് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ഒരു നിമിത്തമായിരിക്കും. ഇന്ന് കൂടുതലും വില്ലൻ വേഷങ്ങളാണ്. അതിനുശേഷം എടുത്താണ് ഈ ഒരാൾ കൂടി കള്ളനായി. അതിൽ പ്രധാന കഥാപാത്രമായിരുന്നു വർഗീസ്. വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അതിനെല്ലാം ഇവിടെ ആര് വരണേ, ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ആര് വരുന്നതിനൊക്കെ മുമ്പ് ക്യാമ്പിലെത്തും. ചിലപ്പോൾ രാത്രി ഒറ്റയ്ക്ക് കൊടുക്കണം, ആരും വന്നില്ല എന്ന് വരും, എന്നാലും പരാതിയില്ല. പിന്നെ കഥാപാത്രങ്ങൾ ഇന്ന കഥാപാത്രം വേണമെന്നില്ല. ചിലപ്പോൾ കിളവൻ കഥാപാത്രമായിരിക്കും, അത് മതിയായിരിക്കും. കാരണം വെച്ചാൽ അഭിനയിക്കാൻ കഴിവുള്ളതാണ്. അതായത് പാൻസൊക്കെ ഇട്ട് വരണം, അത് നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ നെയൽ നാടകം എടുത്തു, അതിൽ ചെറുപ്പക്കാരനായ റഹീമുണ്ടായിട്ട് വയസ്സനായ ബാപ്പ അബൂബക്കറുടെ കഥാപാത്രം അത് അഭിനയിച്ചാളാണ്. അതുപോലെ കളിമൺ പ്രതിമ, അതിൽ ചെറുപ്പക്കാരുടെ കഥാപാത്രമുണ്ട്. അയാൾക്ക് അതിനകത്ത് ചാക്കോ എന്നൊരു കിളവനുണ്ട്. ആ കിളവനെ വിധിച്ചാൽ മതി, കാരണം അഭിനയിക്കാൻ ഉള്ള മുഹൂർത്തങ്ങളുള്ള നാടകങ്ങൾ അതായിരുന്നു. അതുകൊണ്ട് ഇന്ന കഥാപാത്രത്തിൽ വേണമെന്നല്ല, അഭിനയിക്കാൻ ശേഷിയുള്ള കഥാപാത്രങ്ങൾ വേണമെന്ന് നിർബന്ധമാണ്. നമ്മുടെ ഈ നാടും വളരെ ഭംഗിയുള്ള സ്ഥലം. ഇത് പെരുന്തച്ചൻ പറച്ചിപ്പറ്റ പന്തൂരത്തിൽ പെരുന്തച്ചൻ പണിത ക്ഷേത്രമാണത്.
അങ്ങനെയാണോ ഈ ഗ്രാമത്തിന് ഈ ഉളിയന്നൂർ? അതെ, ഉളിയന്നൂർ പേര് വരാൻ ഉളിയന്നൂർ പെരുന്തച്ഛൻ്റെ ഗ്രാമത്തിൽ ഉളിയന്നൂർ എന്ന് പേര് വരാൻ കാരണം. ഞാനിവിടെ വരാൻ കാരണം ഇങ്ങനെയാണ്, ഇവിടെ തന്നെ നീ വന്ന് താമസിക്കണം, ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പുള്ളി തന്നെ ഇവിടെ സ്ഥലം സെലക്ട് ചെയ്തു. മാത്രമല്ല ഈ ഇവിടെയായിരുന്നു വർഗീസിൻ്റെ ബാല്യകാലങ്ങൾ മുഴുവൻ ഇതിനകത്ത് ചെലവഴിച്ച്. ഈ സ്ഥലവും എൻ്റെ വീടും ഈ പരിസരങ്ങളും വർഗീസുമായിട്ട് എത്ര ബന്ധമുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വർഗീസ് അവിടെ പോയി താമസിക്കും, ഇങ്ങോട്ട് വരണം, ഇവിടെ നമുക്ക് താമസിക്കാം. അങ്ങനെ നിർബന്ധിച്ചാണ് ഇവിടെ താമസാക്കിയത്. ഇപ്പം ഈ കണ്ട സ്ഥലത്ത് വളരെ സന്തോഷമായി. പറഞ്ഞല്ല, അഭിനയിക്കാൻ നേരത്തെ മുതൽ വാസനയുള്ള ആളാണ്. അയാൾക്ക് കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം കൊടുത്തതിന് മുഴുവൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാടകത്തിൽ മത്സരങ്ങൾക്ക് പോയാൽ ഏറ്റവും നല്ല നടൻ്റെ അവാർഡുകൾ, നല്ല നാടകങ്ങൾ, ഇതെല്ലാം ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. അന്നേ കഴിവുള്ളവനാ. ഇന്നിപ്പോൾ ഈ ദിക്കിൽ നിലയിലേക്ക് എത്തിച്ചേർന്നതിൽ ഞാൻ ഈശ്വരനോട് കരുണയുള്ളവനാണ്. ഇനി ഒരുപാട് വരാനുണ്ട്. നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പോഴും വർഗീസ് നാടക അഭിനയിക്കുന്ന സമയത്ത് അഭിനയിച്ച കഥാപാത്രങ്ങളൊന്നും വർഗീസ് സിനിമയിലൊന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രായമൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മളൊന്നും അത്തരം വേഷം കളിക്കാൻ ഇനി കാസ്റ്റ് ചെയ്യില്ല. ഇപ്പം തന്നെ ഒരു നമ്പൂരി വേഷം കളിക്കാൻ കിട്ടിയത് എനിക്കറിയില്ല, പല്ലാവൂർ ദേവനാരായണൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്പൂരി വേഷം കളിക്കാൻ ഞാൻ പഠിച്ചത് ഇദ്ദേഹം നമ്പൂരി വേഷം കളിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ നമ്പൂരിമാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ കണ്ട് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല പല്ലാവൂർ ദേവനാരായണ വൈദ്യ നമ്പൂരി അഭിനയിക്കാൻ. എന്നാൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. എല്ലാ ഭാവങ്ങളും ശരി.